രോഗികൾക്ക് കാലാവധി കഴിഞ്ഞ മരുന്ന് നൽകിയ പശ്ചാത്തലത്തിൽ ഗുരുതരമായ ചികിത്സാ വീഴ്ചകൾ തുടർക്കഥയാവുന്നുവെന്നാരോപിച്ച് വടകര ജില്ലാ ആശുപത്രിയിലേക്ക് യുവമോർച്ച പ്രതിഷേധം സംഘടിപ്പിച്ചു. പ്രകടനമായി എത്തിയ പ്രവർത്തകരെ ആശുപത്രി ഓഫീസ് പരിസരത്ത് പോലീസ് തടഞ്ഞു. തുടർന്ന് പ്രവർത്തകർ സൂപ്രണ്ടിന്റെ ചുമതലയുള്ള ഡോക്ടറുമായി സംസാരിച്ചു. കേവലമായിട്ടുള്ള ജനങ്ങൾക്ക് സഹായം നൽകുന്ന ഒരു അടിസ്ഥാനമായിട്ടുള്ള സൗകര്യങ്ങൾ വേണ്ടേ? ഈ വടകര മുനിസിപ്പാലിറ്റിയും ഈ ചുറ്റുവട്ടത്തുള്ള ഗ്രാമപ്രദേശങ്ങളിലുള്ള സാധാരണക്കാരായിട്ടുള്ള ആയിരക്കണക്കിന് ആളുകൾ ഈ ഹോസ്പിറ്റലിനല്ലേ ആശ്രയിക്കുന്നത്. നിങ്ങൾ കുറച്ചും കൂടെ കാര്യക്ഷമമായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യണ്ടേ? പരിഹാരം കാണിട്ടേ പോകുള്ളൂ. അത്രേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. അതിലുണ്ട് അത്രേ ഉള്ളൂ. പാവപ്പെട്ട രോഗികളെ പ്രതിഷേധ പരിപാടി യുവമോർച്ച കോഴിക്കോട് നോർത്ത് ജില്ലാ അധ്യക്ഷൻ അമൽരാജ് ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 5 വർഷങ്ങൾക്ക് മുൻപേ ജില്ലാ ആശുപത്രിയായി ഈ ആശുപത്രി ഉയർത്തിക്കാണിച്ചു. പേരിന് ജില്ലാ ആശുപത്രി എന്ന് പറഞ്ഞു എന്നല്ലാതെ ഇവിടെ ജില്ലാ ആശുപത്രിക്ക് വേണ്ടിയുള്ള യാതൊരു വിധത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങളും ഇന്ന് നിലവിലില്ല. ഇവിടെ കഴിഞ്ഞ ദിവസമാണ് 14-കാരിയായിട്ടുള്ള ഒരു കൊച്ചുകുട്ടിക്ക് ഇവിടെ ചികിത്സയ്ക്ക് വന്ന സമയത്ത് മരുന്ന് മാറ്റി കുത്തിവെച്ച അതിഗുരുതരമായ ഒരു വീഴ്ച ഇവിടെ ഉണ്ടായത്. അന്ന് ആ കുട്ടിയുടെ മാതാപിതാക്കൾ ഇവിടെയുള്ള ആ റൂമിൽ തന്നെ ഉണ്ടായിരുന്ന മറ്റു പേഷ്യൻസിനോട് സമീപിക്കുകയും ഇത്തരത്തിലൊരു പ്രശ്നമുണ്ട്, ഇങ്ങനെ മരുന്ന് മാറ്റിവെച്ചാണ് ഇവിടെ കുത്തിവെച്ചത് എന്ന് അറിയിച്ച സമയത്ത് അവരത് പരിശോധിച്ച സമയത്ത് ആ വാർഡിലുള്ള മുഴുവൻ ആളുകൾക്കും ഇത്തരത്തിൽ എക്സ്പെരിമെന്റ് ഡേറ്റ് കഴിഞ്ഞ, അതായത് കഴിഞ്ഞ വർഷം ഒക്ടോബറിലെങ്ങാൻ ഡേറ്റ് കഴിഞ്ഞ മരുന്നുകൾ കുത്തിവെക്കുന്ന അതിഗുരുതരമായ സാഹചര്യമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ 30-ലേറെ ഡോക്ടർമാർ ജോലി ചെയ്യേണ്ട ഒരു സർക്കാർ സംവിധാനമുള്ള ഹോസ്പിറ്റലാണിത്. പക്ഷേ ഇവിടെ ഇന്നുണ്ടായിട്ടുള്ളത് വിരലിലുണ്ടാവുന്ന ഡോക്ടർമാർ മാത്രമാണ്. അതുപോലെ തന്നെ ഇവിടെ ഈ ഹോസ്പിറ്റലിനെ നിയന്ത്രിച്ചുകൊണ്ട് ഇവിടെയുള്ള പ്രവർത്തനങ്ങളൊക്കെ കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകാനുള്ള ഇവിടുത്തെ സൂപ്രണ്ട് 2 മാസത്തിലേറെയായി ട്രാൻസ്ഫറായി വേറൊരു സ്ഥലത്തേക്ക് പോയിരിക്കുകയാണ്. ഞങ്ങൾ ഇന്ന് താൽക്കാലിക ചുമതലയുള്ള ഇവിടെ ഡ്യൂട്ടി എടുത്തുകൊണ്ടിരിക്കുന്ന താൽക്കാലിക ചുമതലയുള്ള സൂപ്രണ്ടിന്റെ ചുമതലയുള്ള ഡോക്ടറോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് 2 മാസം മുമ്പേ ഇവിടെ ഡോക്ടർ, അതായത് സൂപ്രണ്ട് ഇവിടുന്ന് സ്ഥലം മാറിപ്പോയി, പകരമുള്ള ആള് വന്നിട്ടില്ല. ഇത് ഒഴിവല്ല, പക്ഷേ പകരമുള്ള ആള് വന്നിട്ടില്ല എന്നാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഈ വടകര മുനിസിപ്പാലിറ്റിയിലെയും ഈ മേഖലയിലെയും പാവപ്പെട്ട ആയിരക്കണക്കിന് രോഗികൾക്ക് സ്വാതന്ത്ര്യമേകേണ്ട ഒരു ജില്ലാ ഹോസ്പിറ്റലിലാണ് ഇത്തരത്തിൽ
സൂപ്രണ്ട് പോലും ഇല്ലാത്ത അവസ്ഥയിലേക്ക് കഴിയുന്നത്. അഖിൽ നാളോങ്കണ്ടി, അഖിലാജ് കല്ലോട്, ടി പി വിനീഷ്, ഷിബിൻ പത്മനാഭൻ, രജിത രാഹുൽ, അരുൺലാൽ, അമൽ ഷാജി, ശ്രീസൺ, അഭിജിത്ത് കൊയിലാണ്ടി എന്നിവർ നേതൃത്വം നൽകി. ഡെയിലി വെയർ ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷന് പുറമെ ട്രെൻഡി ഡിസൈൻ ആഭരണങ്ങളുടെ സമാനതകളില്ലാത്ത ശ്രേണി നിങ്ങളെ കാത്തിരിക്കുന്നു. വരൂ, പണത്തിനൊത്ത മൂല്യത്തിൽ സ്വർണം സ്വന്തമാക്കാൻ മലബാർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു.